ഹലോ, വെൽക്കം ടു കട്ട്ലി കപ്സി. ഇന്ന് എല്ലാവർക്കും സർപ്രൈസായിട്ട് വാവ് എന്ന് പറഞ്ഞു പോകുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ്. ഒരു 2-in-1 ഗിഫ്റ്റാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു ക്രാഫ്റ്റാണ്. കുറച്ച് ഹാർഡാണ്, പക്ഷേ നമ്മൾ എത്ര ട്രൈ ചെയ്യുന്നോ അത്രയും നമുക്ക് പെർഫെക്ഷൻ കിട്ടും. അപ്പോൾ അതിനായിട്ട് ഞാൻ മെഷർമെൻറ്റ്സൊക്കെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ആ അളവിൽ സ്ക്രീനിൽ ഒരു ബട്ടർഫ്ലൈ ഞാൻ ഒരു സൈഡിൽ വരച്ചു. ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺസിൽ നിങ്ങൾക്ക് വരക്കാം, കംപ്ലീറ്റ് ചെയ്യാം. പറക്കുന്ന ബട്ടർഫ്ലൈ എന്നല്ലേ, നമുക്കത് ശരിക്കും അങ്ങോട്ട് പറപ്പിച്ച് കാണിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് കളേഴ്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ കൊടുത്തു. സംഭവം ചെയ്ത് കഴിയുമ്പോൾ അടിപൊളിയാട്ടോ. പിന്നെ പറക്കുന്നത് എന്തും നമുക്ക് രസമുള്ളൊരു കാര്യമാണ് അല്ലേ. നമുക്ക് പറക്കാൻ പറ്റില്ല, എന്നാൽ പറക്കുന്നങ്ങളൊക്കെ കാണാനും നമുക്ക് രസമല്ലേ. കാണുമ്പോൾ ഒരു വട്ടെങ്കിലും നമ്മൾ ആലോചിച്ച് പോയിട്ടുണ്ടാവില്ലേ, നമുക്കൊന്ന് പറക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. പിന്നെ അപ്പോൾ അതിൻ്റെ ബാലൻസിനായിട്ട് ഈ നമ്മുടെ ബട്ടർഫ്ലൈനെ നമുക്ക് പറപ്പിക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു സേഫ്റ്റി പിന്നിൻ്റെ ഉള്ളിൽ ഒരു റബ്ബർ ബാൻഡ് ഉള്ളിൽ കൂടിയിട്ടൊരു കെട്ട് പോലെയാക്കി, എന്നിട്ട് തുമ്പ് മേലിലത്തെ ഒരു ഹോളില്ലേ അത് നമ്മൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെൻ്റെ വീഡിയോ ഒന്ന് മിസ്സായിപ്പോയി. പിന്നെ നമ്മൾ ആ ബെൻഡിൻ്റെ ഉള്ളിൽ കൂടി നമ്മുടെ റബ്ബർ ബാൻഡ് എടുത്ത് വേറൊരു യു ക്ലിപ്പ് എടുത്ത് ഓപ്പൺ ആക്കിയിട്ട് നടുഭാഗം മാത്രം ഒരു ഹോളാക്കി ഇടാം. എന്നിട്ട് അത് ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടി ഇറക്കിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് ട്വിസ്റ്റ് ചെയ്ത് തന്നെ സംഭവം ഓക്കെയാണ്. ഞാൻ അത് മാത്രമായിട്ടൊരു സ്പെഷ്യൽ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ, ഇതിൽ മിസ്സായിപ്പോയി ആ ഭാഗം. പിന്നെ ബട്ടർഫ്ലൈ വരച്ചത് ഞാൻ കട്ട് ചെയ്ത് എല്ലായിടത്തും ഒട്ടിച്ചു കൊടുത്തു, തിരിച്ചു കൊടുത്തു, സംഭവം പോയി. പിന്നെ ഇനി അടുത്തത് നമുക്ക് ഒരു ബോക്സ് ഉണ്ടാക്കണം. എന്താണ് നമ്മുടെ സർപ്രൈസ് ഫ്ലൈയിങ് ബോക്സ് പോലെ തന്നെ, ഫ്ലൈയിങ് ബട്ടർഫ്ലൈ പോലെ തന്നെ ഇങ്ങനെ ജമ്പ് ചെയ്ത് വരുന്ന ബോക്സാണത്. അപ്പോൾ നമുക്കത് പേഴ്സണലൈസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് പിക്ചേഴ്സൊക്കെ ഒട്ടിച്ച് നമുക്കത് ബോക്സിനുള്ളിൽ കൊടുത്ത് ഗിഫ്റ്റ് ചെയ്യാം. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഞാൻ അതെടുത്ത് പറയുന്നില്ല. മെഷർമെൻറ്റ്സും ഉണ്ട്, കട്ട് ചെയ്യേണ്ടതുകൊണ്ട് വരക്കേണ്ടതുണ്ട്. ഇതേപോലെ നോക്കി നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ ഈ റബ്ബർ ബാൻഡ് ഇടുന്ന ഭാഗത്തൊക്കെ ഓരോ പീസ് സെലോ ടേപ്പ് ഞാൻ ഒട്ടിച്ചു കൊടുത്തു. നമ്മൾ 2-3 വട്ടം ട്രൈ ചെയ്ത് കഴിയുമ്പോൾ കീറിപ്പോരാൻ ഒരു ചാൻസ് ഉണ്ട്. ഞാൻ പിന്നെ ഇതൊരു 170 GMൻ്റെ പേപ്പറാണ് ഞാൻ എടുത്തേക്കുന്നത്. കുറച്ച് കട്ടി വേണം, അല്ലെങ്കിൽ വേഗം കീറിപ്പോവും. പിന്നെ ഇതേപോലെയൊക്കെ ഒട്ടിച്ച് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഒരു സൈഡ് നമ്മൾ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ റബ്ബർ ബാൻഡ് ചെറിയൊരു ട്വിസ്റ്റ് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ അടുത്ത സെക്ഷൻ്റെ ഉള്ളിലേക്ക് ക്രോസ് ചെയ്തിടുന്നത്. എന്നിട്ട് നമ്മൾ ആ സൈഡും കൂടി ഒട്ടിച്ച് സംഭവം ടൈറ്റ് ചെയ്ത് ഒട്ടിച്ച് വെക്കണം. പിന്നെ കുറച്ച് നേരത്ത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ ഇത് എടുത്താൽ മതി, അല്ലെങ്കിൽ ആ സംഭവം വേഗം ഓപ്പൺ ആയി പോകും. നമ്മൾ പിന്നെയും ഒട്ടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. നന്നായിട്ട് ഉണങ്ങിയിട്ട് മാത്രം നമ്മൾ ഇത് എടുത്താൽ മതി. പിന്നെ ഇത് ലാസ്റ്റ് സീൽ ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കാൻ വെക്കണം. അത് വീണ്ടും പറഞ്ഞ് ഞാൻ ചെയ്തിട്ട് അത് ഫെയിലായിപ്പോയി. അതുകൊണ്ടാണ് കണ്ടോ, അതിപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞ് നമ്മൾ അത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ജമ്പ് ചെയ്ത് വരും ബോക്സ്. അപ്പോൾ അത് ബോക്സായി. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്ത് ഉള്ളിൽ ഹൈഡ് ചെയ്ത് വെക്കാനൊരു ബോക്സ് വേണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു കവറിൻ്റെ മെഷർമെൻറ്റാണ് ഈ കാണിച്ചേക്കുന്നത്. അതും വളരെ സിമ്പിൾ മെഷർമെൻറ്റ്സാണ്, വേറൊന്നുമില്ല. തുമ്പത്ത് 2 സൈഡിൽ ഓരോ ഇഞ്ച് വിട്ട് സെൻറ്റിമീറ്റർ ഇട്ടിട്ടുണ്ട്, അത് ഒട്ടിച്ചു കൊടുക്കുക. ഇനി അത് വെക്കാനുള്ളൊരു ട്രേ വേണ്ടേ, ആ ട്രേൻ്റെ മെഷർമെൻറ്റാണ് ഈ കാണിക്കുന്നത്. അത്രയേ ഉള്ളൂ. കോർണേഴ്സ് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഇത് നമ്മൾ ജമ്പ് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ഇങ്ങനെ നമ്മുടെ ബർത്ത്ഡേക്കൊക്കെ സെലിബ്രേഷൻസ് ഇങ്ങനെ പോപ്പ് ചെയ്ത് വരില്ലേ, അപ്പോൾ അതും കൂടി ഉണ്ടെങ്കിൽ രസമല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പേപ്പേഴ്സ് കട്ട് ചെയ്തിട്ട് അതും കൂടി അതിൻ്റെ ഉള്ളിലിട്ടു. ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് നമ്മുടെ കാർഡിൻ്റെ പുറത്തൊന്നും എഴുതിയില്ലെന്ന്. അപ്പോൾ ഞാൻ ഓപ്പൺ വിത്ത് എ സ്വീറ്റ് സ്മൈൽ. ആർക്കായാലും സ്മൈൽ വരില്ലേ നമുക്കൊരു ഗിഫ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ. അപ്പോൾ അതിന് ഒരു എക്സ്ട്രാ മറന്നു പോയെങ്കിലോ എന്ന് വിചാരിച്ച് അതും കൂടി എഴുതി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു. ദാ കണ്ടോ, ജമ്പ് ചെയ്ത് സംഭവം വന്നു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.